സ്പോർട്സ് ഹബ് മലയാളത്തിലേക്ക് സ്വാഗതം. വീണ്ടുടഞ്ഞു പോയെന്ന് വിധിയെഴുതിയെടുത്തു നിന്നാണ് ഇതിഹാസങ്ങൾ ഉയർത്തെഴുന്നേൽക്കാറുള്ളത്. ഇതാ നീണ്ട 951 ദിവസത്തെ കണ്ണീരും കാത്തിരിപ്പും ഒടുവിൽ വഴിമാറുന്നു. കളിമുറ്റത്തെ ആ സുൽത്താൻ തന്റെ പ്രിയപ്പെട്ട കാനറിപ്പടയുടെ മഞ്ഞക്കുപ്പായത്തിൽ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. ആ മടങ്ങിവരവിൽ മിയാമിയിലെ സ്റ്റേഡിയം മാത്രമല്ല, ഫുട്ബോൾ ലോകം ഒന്നടങ്കം വിതുമ്പിപ്പോയ നിമിഷം. കാൽപന്ത് കളിയുടെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ചില മനുഷ്യർ മൈതാനത്തുള്ളപ്പോഴാണ്. 2026 ലോകകപ്പിൽ സ്കോട്ട്ലാൻഡിനെ 3 ഗോളുകൾക്ക് ബ്രസീൽ തരിപ്പണമാക്കിയപ്പോൾ ലോകം ചർച്ച ചെയ്തത് ആ വിജയത്തെക്കുറിച്ചായിരുന്നില്ല. പകരം പരിക്കിന്റെ ചതുപ്പ് നിലങ്ങളിൽ നിന്ന് നടന്നുകയറിയ നെയ്മർ ജൂനിയർ എന്ന മാന്ത്രികന്റെ കണ്ണീരിനെ കുറിച്ചായിരുന്നു. മെസ്സിക്കും റൊണാൾഡോക്കും ശേഷം ഫുട്ബോൾ സിംഹാസനം അലങ്കരിക്കുമെന്ന് ലോകം ഉറച്ചു വിശ്വസിച്ച പ്രതിഭയായിരുന്നു അവൻ. എന്നാൽ വിധി അയാൾക്കായി കരുതിവെച്ചത് പരിക്കുകളുടെ വലിയൊരു ക്രൂശീകരണമായിരുന്നു. താൾപങ്കം വന്ന കരിയർ, നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങൾ, 100-ലധികം മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വന്ന വേദന, ഒടുവിൽ സ്വന്തം രാജ്യത്തിന്റെ തലവൻ പോലും വർക്ക് ഫ്രം ഹോം ഫുട്ബോളർ എന്ന് വിളിച്ച് ആകെ പരിഹസിച്ച നിമിഷങ്ങൾ. പക്ഷേ കനലുകൾക്ക് അധികകാലം ഒളിച്ചിരിക്കാനാകില്ലല്ലോ. മത്സരത്തിന്റെ 76-ാം മിനിറ്റിൽ കോച്ച് കാർലോ അൻസലോട്ടി ആ വിളിവിളിച്ചപ്പോൾ മിയാമിയിലെ ഗാലറികൾ അറത്തലച്ചു. വീണ്ടും ഒരു ലോകകപ്പ് വേദിയിലേക്ക് കാൽവെക്കുമ്പോൾ 34-ാം വയസ്സിലും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് തോൽവിയുടെ കണ്ണീരായിരുന്നില്ല, അതിജീവനത്തിന്റെ അടയാളമായിരുന്നു. നെയ്മർ വരുന്നതിന് മുമ്പ് തന്നെ ബ്രസീൽ ആ മത്സരത്തിൽ സമ്പാ നൃത്തം ചവിട്ടി തുടങ്ങിയിരുന്നു. സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ കീറിമുറിച്ച് വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകളുമായി നിറഞ്ഞാടിയപ്പോൾ മത്തേയൂസ് കുഞ്ഞ മൂന്നാം ഗോളും വലയിലെത്തിച്ചു. ബ്രസീലിയൻ കാൽപന്ത് കളിയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ആ മത്സരം. കളത്തിലിറങ്ങിയത് വെറും 13 മിനിറ്റുകൾ മാത്രമാണെങ്കിലും നെയ്മർ എന്ന ബ്രാൻഡ് എന്താണെന്ന് അയാൾ തെളിയിച്ചു. വിനീഷ്യസുമായി ചേർന്ന് സ്കോട്ടിഷ് കോട്ടയിൽ വിള്ളലുകൾ വീഴ്ത്തിയ 3 മനോഹരമായ മൂവുകൾ, ഒപ്പം 129 മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളെന്ന ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരന്റെ അപ്രമാദിത്വവും. 6ാം ലോക കിരീടമെന്ന ബ്രസീലിന്റെ സ്വപ്നത്തിന് ഇനി ഈ സുൽത്താന്റെ കാലടികൾ കൂടി കാവലുണ്ടാകും. വീണിടത്തു നിന്നും രാജകീയമായി ഉയർത്തെഴുന്നേറ്റ നെയ്മറുടെ ഈ തിരിച്ചുവരവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യൂ. സ്പോർട്സ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.